കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് പത്രത്തിലും കണ്ടു. ഈ കാട്ടുപന്നി എന്ന് പറയുന്നത് എത്ര ഡേഞ്ചറാണ് എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഈ അപ്പച്ചയുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഹൈദരാബാദിലാണ്. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ റോഡിലൊക്കെ അതിന് വലിയ വലിയ പന്നികളൊന്നും കണ്ടില്ല, അത്യാവശ്യം ഒത്തിരി ഉള്ള. അപ്പോൾ അതുങ്ങളൊക്കെ ഇന്ന് വേസ്റ്റൊക്കെ തിന്നുന്നത് കാണാം. അപ്പോൾ അതൊക്കെ നല്ല കറുത്തിരുണ്ടിരിക്കുന്ന ഒരു ജീവികൾ കാണുമ്പോഴും നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെയാണ് ഈ പന്നികളെയൊക്കെ അങ്ങനെ നേരിട്ട് കണ്ടിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ അത് പക്ഷേ അങ്ങനെ ആരും ഒന്നും ചെയ്യത്തില്ല, അതിങ്ങനെ തിന്ന് അങ്ങനെ നടക്കുന്നു. പക്ഷേ ഈ കാട്ടുപന്നികളെന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ സംഭവമാണ്. അതുങ്ങൾ കൃഷിയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും, ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യും. ഇത് ഇടിച്ച് മറിച്ചിട്ട് ഇതുങ്ങൾക്ക് ഇങ്ങനെ ഒരു കൊമ്പ് പോലൊക്കെ ഉണ്ടല്ലോ, വന്ന് ഇടിച്ച് താഴെയിട്ട് നശിപ്പിക്കും നമ്മുടെ ശരീരത്തെ. ആ ഒരു രീതിയിലാണ് ഇടിയാണ് കിട്ടുന്നത്. അപ്പം ഇതാ പത്രത്തിൽ ഫോട്ടോസ് ചെയ്തുകൊണ്ടായിരുന്നു ഒരച്ഛന് ഇങ്ങനെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കിടപ്പ് രോഗിയായിപ്പോയി. കാരണം ഒരാളുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ. അപ്പം ഈ നിയമങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് മനുഷ്യരുടെ ഒരു നന്മയും ഇല്ലാതെ കുറേ മൃഗങ്ങളുടെ നന്മ എന്നുള്ള രീതി. ഈ മൃഗങ്ങളെ എല്ലാത്തിനെയും കൂടെ, ഈ പട്ടിയായാലും പൂച്ചയായാലും ഈ കാട്ടുപന്നിയായാലും ആനയായാലും അതെല്ലാ ജീവികളെയും ഇത്രയധികം സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് മാത്രം ഒരു വിലയും ഇല്ലാതാക്കി തീർക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ ജീവികൾക്കും അവകാശമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തോരം ഉറുമ്പിനെ കൊല്ലുന്നു, പാറ്റയെ കൊല്ലുന്നു, അതൊക്കെ ജീവികളല്ലേ അല്ലേ? നമ്മൾ അറിയാതെയൊക്കെ എന്തിനെയൊക്കെ കൊല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതും ജീവിയല്ലേ എന്ന് പറഞ്ഞുകൂടെ? പാമ്പിനെ കൊല്ലുന്നു, കടിച്ചാൽ തീർന്നില്ലേ? എത്രയോ പേര് പാമ്പിനെ കൊല്ലുന്നു. അപ്പോൾ അതുങ്ങൾക്കൊക്കെ ഒരു നീതിയില്ലേ? അപ്പം വലിയ വലിയ ജീവികൾക്ക് എല്ലാം നിയമ സംരക്ഷണം, ഈ ചെറിയ ചെറിയ ജീവികൾക്ക് ഉറുമ്പ് പോലുള്ള നിയമസഹായമൊന്നും വേണ്ട. അതും ഈ ജീവിയല്ല. എല്ലാ ജീവികൾക്കും ഈ ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത്. പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെയും പറയരുത്. അപ്പോൾ ഈ കാട്ടുപന്നി അത് കാട്ടി കിടക്കണം. ഈ നാട്ടിൽ വന്നിട്ട് മനുഷ്യരുടെ കൃഷിയെ നശിപ്പിച്ച് മനുഷ്യരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ആ അച്ഛനൊക്കെ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പശുവിനെ വിറ്റിട്ടാണ് ഹോസ്പിറ്റലിലെ, അത് നല്ല ആക്സിഡൻ്റ് ആയിരുന്നു ആ പന്നി അങ്ങനെ ചെയ്തത്. അപ്പം പശുവിനെ വിറ്റ കാശ് കൊണ്ടാണ് ഹോസ്പിറ്റൽ ബില്ല് അടച്ചത്. ഇതുവരെ അവർക്കൊരു സഹായമൊന്നും കിട്ടിയിട്ടില്ല, അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ട്. അപ്പോൾ നിരവധി ആളുകൾ ഇത് തന്നെ കൃഷിയെ വേണ്ടെന്ന് വിചാരിക്കുകയാണ് അല്ലേ. ഈ കാട്ടുപന്നിയൊക്കെ ഒരുപാട് അങ്ങോട്ട് തലമുറകളായി കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് കൂടുതൽ. ഒരു കാടിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് എന്നാണ് നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു കടുവ അത് അങ്ങോട്ട് പോരില്ല, ഇങ്ങോട്ട് മാറില്ല, അതിനൊരു ഏരിയ ഉണ്ട്, അതിനപ്പുറത്തേക്ക് പോവില്ല. അപ്പം ഒരു കാട്ടിൽ താമസിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധിയിലപ്പുറം ആളുകളെ ഉൾക്കൊള്ളാൻ ആ കാടിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണെങ്കിൽ അതിനൊക്കെ ഒരു നിയമത്തിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം മനുഷ്യർക്ക് കിട്ടുന്ന രീതിയിലാക്കിക്കൂടെ? അതോ ഇനിയും ഇങ്ങനെ കർഷകർ കൃഷി ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് ജീവിതം തന്നെ മടുത്ത് ആത്മഹത്യയിലേക്ക് പോകണമെന്നാണ്? ഒന്നും പറ്റാത്ത അവസ്ഥ. നിയമം കൊണ്ട് മനുഷ്യർക്ക് തന്നെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ പ്രതികരിക്കാം എന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ?